തിരുവനന്തപുരം പാലോട് കുരങ്ങുകളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. 13 കുരങ്ങുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി വിഷം നൽകിയതാണോ എന്ന് സംശയം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അവിടെ ജനവാസ മേഖലയിൽ കുരങ്ങ് ശല്യം രൂക്ഷമായിരുന്നോ? കുരങ്ങ് ശല്യം രൂക്ഷമായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഇതിന് വിഷം കൊടുത്തതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഈ സമീപവാസികൾ പറയുന്നത് നിരവധി കുരങ്ങുകൾ ഉള്ള ഒരു സ്ഥലമാണ് അത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില കുരങ്ങുകൾ ചത്തു കിടക്കുന്നത് കാണാം എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൂട്ടത്തോടെ കുരങ്ങുകൾ ചാവുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഈ റബ്ബറിന്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം താഴ്ചോട്ട് പോരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആളുകൾ എത്തുന്നത്. ഈ പാലോട് മങ്കയം പമ്പ് ഹൗസിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിലും അതിനോട് ചേർന്നുള്ള ആറ്റിലുമാണ് ഇങ്ങനെ കുരങ്ങിനെ കണ്ടത്. പ്രദേശവാസികൾ പറയുന്നത് ഈ അതിന് വായിൽ നിന്ന് ഈ നുരയും പതയും ഒക്കെ വന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ളിൽ എന്തെങ്കിലും ചെന്നിട്ടുണ്ടെന്നുള്ളൊരു സംശയമുള്ളത്. എന്തായാലും RRT സംഘം എത്തിയിട്ടുണ്ട്, ഫോറസ്റ്റ് സംഘം എത്തിയിട്ടുണ്ട്. അവര് ഈ കുരങ്ങുകളെ കൂട്ടിലാക്കി പെരിങ്ങമല ഫോറസ്റ്റ് സെഷൻ ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമായി പരിശോധനയിലൂടെ മാത്രമേ എന്താണ് കുരങ്ങുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ചാവാൻ കാരണമെന്ന് അറിയാൻ പറ്റുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തിരുവനന്തപുരം പാലോടാണ് കൂട്ടത്തോടെ കുരങ്ങുകൾ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്.